Viral Beauty Tips Review Malayalam എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഓൺ ആക്കി വെക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഈ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി പറയാണ്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അവരോട് സബ്സ്ക്രൈബ് ചെയ്യാനും പറയാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നിങ്ങൾ അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ബ്യൂട്ടി ടിപ്പ് പരീക്ഷിച്ചു നോക്കാൻ സജഷൻ എന്നോട് പറയാനുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ ഞാനൊന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നത്തെ പ്രോഡക്റ്റിൽ ലാക്മേയുടെ ബ്ലഷ് ആൻഡ് ഗ്ലോയുടെ ഫേസ് ഷീറ്റ് മാസ്കിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ട്രൈ ചെയ്തിട്ട് ഇടാൻ പോകുന്നത്. ഫേസ് ഷീറ്റ് മാസ്ക് പല ബ്രാൻഡിലും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഗാർണിയറിൻ്റെ ബ്രാൻഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലാക്മേയുടെയും കൂടി യൂസ് ചെയ്തിട്ട് ഇതിന് രണ്ടിനും വല്ല വ്യത്യാസം ഉണ്ടോ എന്ന് പറയാം. ഈ ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ ഒരുപാട് എസെൻഷ്യൽ ആയിട്ടുള്ള സിറം അടങ്ങിയിട്ടുള്ള ഒരു ഫേസ് ഷീറ്റാണുള്ളത്. നമ്മുടെ ഫേസിൻ്റെ രൂപത്തിലുള്ള ഒരു ഷീറ്റാണ് ഈ ഒരു പാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഈ ഒരു ഷീറ്റ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് മുഖം നന്നായിട്ട് കഴുകി നല്ല ഡ്രൈ ആക്കി വെക്കണം മുഖം. അപ്പോൾ ഡ്രൈ ആയ ഒരു ഫേസിലേക്കാണ് ഈ ഒരു പാക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു ഷീറ്റ് നമ്മൾ ഫേസിൽ ഇടുന്നതിന് മുന്നേ ആ പാക്കറ്റ് ഒരു 10 സെക്കൻഡ് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെക്കണം. തണുപ്പിക്കാനാണ് വെക്കേണ്ടത്, അല്ലാണ്ട് ഐസ് ആക്കാനല്ല, തണുപ്പിക്കാൻ ജസ്റ്റ്. മൂന്നാമത്തെ കാര്യം, നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആ സിറം മൊത്തം ആ ഒരു ഷീറ്റിലേക്ക് ആകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ പാക്കറ്റിൻ്റെ പുറത്ത് കൂടി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ റബ്ബ് ചെയ്ത് കൊടുത്താൽ അത്രയും നല്ലതായിരിക്കും. ആ ഷീറ്റിലേക്ക് എല്ലാ സിറവും കൂടി ഒന്നും കൂടി അബ്സോർബ് ആയിട്ട് ഇരിക്കും. നാലാമത്തെ കാര്യം, നമ്മൾ ഈ ഷീറ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഫേസിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന രീതിയിൽ വേണം ഈ ഷീറ്റ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഷീറ്റ് ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ 15 മുതൽ 25 മിനിറ്റ് വരെ മാക്സിമം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അത് ഇട്ടിട്ട് കിടന്നുറങ്ങാനൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ ഒരു 15 മുതൽ 25 മിനിറ്റ് വരെ മാക്സിമം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഷീറ്റ് ഫേസിൽ നിന്ന് എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസിൽ ആ സിറം ഉണ്ടാവും. അപ്പോൾ ആ സിറം നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് വിരൽ കൊണ്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഫൈനലായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്ത് ഉടനെ തന്നെ ഫേസ് കഴുകാതിരിക്കുക. ഒരു അരമണിക്കൂർ എന്തായാലും മാക്സിമം റെസ്റ്റ് ചെയ്യുക. ആ ഒരു ഫേസിലേക്ക് സിറം നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് സമയം കൊടുക്കുക. മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോയിന്റ് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഏതൊരു ഷീറ്റ് മാസ്കും ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലാക്മേയുടെ സ്ട്രോബെറി ഫ്ലേവറിൽ വരുന്ന ഫേസ് ഷീറ്റ് മാസ്ക് ആണ്. അപ്പോൾ ഈ ഒരു ഷീറ്റ് മാസ്കിൻ്റെ ഉള്ളിൽ നിറച്ചും സിറമാണ്, അതിൻ്റെ ഉള്ളിലൊരു ഷീറ്റും വരുന്നുണ്ട്. ഈ ഒരു പാക്കറ്റിൻ്റെ പുറകിലായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖത്ത് വല്ല മുറിവുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു പാക്കൊന്ന് അപ്ലൈ ചെയ്യാതിരിക്കുക. പിന്നെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഇറിറ്റേഷൻ വരാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് എസെൻഷ്യൽ സിറം അടങ്ങിയത് കൊണ്ട് ഈ ഒരു മാസ്ക് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്താൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് നല്ല ഗ്ലോയും അതുപോലെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാസ്ക് ആണ്. പാക്കറ്റിൻ്റെ ഉള്ളിൽ കുറച്ച് സിറവും അതേപോലെ തന്നെ ഈ ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ഷീറ്റ് മാസ്കും കാണാം. അപ്പോൾ ഈ മാസ്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഷീറ്റ് നന്നായിട്ടൊന്ന് പതുക്കെ റബ്ബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ഫേസിൽ ക്ലീനായ ഫേസിലേക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു ഷീറ്റ് വെച്ച് കൊടുക്കുക. നന്നായിട്ട് ഒട്ടിച്ച് തേച്ച് വെച്ച് കൊടുക്കുക. ഈ ഒരു ഷീറ്റ് അപ്ലൈ ചെയ്ത ശേഷം ബാക്കി നമ്മുടെ ആ ഒരു ഫേസ് ഷീറ്റിൻ്റെ കവറിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി സിറം ഉണ്ടാവും. ആ സിറം നമുക്ക് കഴുത്തിലും കയ്യിലും ബാക്കി ഉണ്ടെങ്കിൽ കാലിലും തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം 15 മുതൽ 25 മിനിറ്റ് വരെ, അപ്പം 15 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ഒരു മാസ്ക് എടുക്കാം. മാസ്ക് എടുത്ത ഉടനെ തന്നെ ഫേസിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ മാസ്ക് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഫേസിൽ ചെറിയൊരു ഒട്ടിപ്പിടിക്കുന്ന പോലെ ആ സിറം ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് പതുക്കെ വിരൽ കൊണ്ടൊന്ന് ടാപ്പ് ചെയ്ത് ആ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യാൻ നിങ്ങൾ ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വിരലുകൾ ഉപയോഗിച്ച് മാത്രം പതുക്കെ ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ സിറം നമ്മുടെ ഫേസിലേക്ക് ഒന്നുകൂടി അബ്സോർബ് ചെയ്യും. അപ്പോൾ ഒരു 2-3 മണിക്കൂറിന് ശേഷമുള്ള ഒരു സ്കിന്നാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നല്ല ഗ്ലോ ഉണ്ടായിരുന്നു, നല്ല സൂപ്പറായിട്ടായിരുന്നു ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഗാർണിയറിൻ്റെയും യൂസ് ചെയ്തിട്ടുണ്ട് ഫേസ് ഷീറ്റ് മാസ്ക്, അതുപോലെ തന്നെ ലാക്മേയുടെ ഇപ്പോൾ യൂസ് ചെയ്തു. എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയത് ലാക്മേയുടെ ഫേസ് ഷീറ്റ് മാസ്ക് ആണ്. അപ്പോൾ ഈ ഒരു ഷീറ്റ് മാസ്ക് ഫേസിന് എടുത്ത ശേഷം നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റൻ ആയിട്ടും നല്ല ഗ്ലോ ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് ശരിക്കും തൊടുമ്പോൾ തന്നെ ഫീൽ ആവും. അപ്പോൾ അതിന് ശേഷം ഞാൻ ഫേസ് വാഷ് ചെയ്ത ഒരു ഫേസാണ് നിങ്ങൾ നേരിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഒരു ഫേസ് ഷീറ്റ് മാസ്ക് ആഴ്ചയിൽ 2 വട്ടം യൂസ് ചെയ്യാനാണ് പറയുന്നത്. എന്നാലും ഞാൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും യൂസ് ചെയ്യും, കാരണം അത്രയും എഫക്റ്റീവാണ് ഈ ഒരു സംഭവം.
ഫേസ് ഷീറ്റ് മാസ്ക് ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്കിന്നിന് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഒരു 2 വട്ടമെങ്കിലും ഒരു ഷീറ്റ് മാസ്ക് വാങ്ങിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായം അറിയിക്കണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരോടും ബൈ.